ഈ പ്രതീക്ഷകളൊക്കെ പുതിയ സർക്കാരിൽ നിന്ന് കിട്ടിയില്ലെന്ന് സംഭവിക്കും? പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ല, ഞാൻ വിചാരിക്കുന്നത്, ഇനി ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. പബ്ലിക് കണ്ടക്റ്റ് വളരെ പ്രധാനമല്ലേ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സദാ ഒരു ദുർവാസാവും എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് അറിഞ്ഞുകൂടാത്ത ആളുമായിട്ടുള്ള ഒരു വ്യക്തിത്വം നമ്മൾ ആഘോഷിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയും അത് ഒരു ബോർഡർ ലൈൻ ഡിസോർഡറാണ്. 10 കൊല്ലത്തേക്ക് ഞാനൊരു അധികാരസ്ഥാനം, ഞാൻ പ്രധാനമന്ത്രിമാരെ ധാരാളം കണ്ടിട്ടുണ്ട്, എത്രയോ ഈസി ഗോയിങ് ആണ്. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു സാധാരണഗതിയിൽ ഒരു പ്രധാനമന്ത്രി വന്നിട്ട് ചെറിയ ഒരു പബ്ലിക് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ സ്ലിപ്പ് പറ്റി ആരടാ പിടിയടാ എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എനിക്ക് തന്നെയും ഞാൻ ശബ്ദമുയർത്തി സംസാരിച്ച എല്ലാ സന്ദർഭങ്ങളെക്കുറിച്ചും പിന്നീട് എനിക്ക് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയണ്ടായിരുന്നു, ഞാനൊരു വൈസ് ചാൻസലറായിട്ടിരിക്കുന്ന ആളാണ്, ഞാൻ ഒച്ച എടുക്കണ്ടായിരുന്നു. ചില മനുഷ്യനാകെ കൊണ്ട് ചിലപ്പോൾ പറ്റിപ്പോവും, നമ്മളാരും മുനീശ്വരന്മാരൊന്നും അല്ലല്ലോ, പറ്റിപ്പോവും. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന് കടുത്ത അപകർഷതാബോധമാണ്. ഒരു വേദിയിൽ വന്നു കയറുമ്പോൾ അവിടെ പണ്ഡിതന്മാരായിട്ടുള്ള കുറേ ആൾക്കാരിയ്ക്കുന്നു, വളരെ എലീറ്റായിട്ടുള്ള ഒരു ഓഡിയൻസ് ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് എഴുതി വായിക്കുക എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഈസ് ഓൺലി ആസ് ഗുഡ് ആസ് എ സ്പീച്ച് റൈറ്റർ. പ്രഭാവർമ്മ എന്താണോ കൈ കൊടുത്തിരിക്കുന്നത് അത് ഡെലിവർ ചെയ്യും. അദ്ദേഹത്തിന് ശേഷിയില്ലാഞ്ഞിട്ടല്ല, ബട്ട് ഹിസ് സ്റ്റൈൽ ഈസ് ടു ഡെലിവർ വാട്ട് ഈസ് ഓൾറെഡി ദെയർ. ഹി ഈസ് എ ക്രീച്ചർ ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ട്, തയ്യാർ ചെയ്തത് വായിക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നും അതിനകത്ത്. അതാണ് ആ ചോദ്യം വന്നപാടെ തന്നെ ഇറിറ്റേറ്റഡ് ആയത്. എൻ്റെ പ്ലാൻ അപ്സെറ്റ് ആയല്ലോ. നിങ്ങൾ പ്രസംഗിച്ചു, നല്ല പ്രസംഗമായിരുന്നു. വേദി നമ്മൾ ലോകത്തിൽ, ഞാൻ ഇപ്പോൾ ഒരു 10 രാജ്യങ്ങളിലെങ്കിലും പ്രസംഗിക്കാനും സംസാരിക്കാനും പോയിട്ടുണ്ടാവും. നമ്മൾ പ്രസംഗിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് അവിടെയൊക്കെ 10 മിനിറ്റ് പോലും ആൾക്കാർ കേൾക്കത്തില്ല. ഇവിടുത്തെ പോലെ അരമണിക്കൂറൊന്നും പ്രസംഗിക്കാൻ പറ്റത്തില്ല. പറയാനുള്ളത് 5 മിനിറ്റ് കൊണ്ട് തീർക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ വേദിയിലേക്ക് നീടുമ്പോൾ എപ്പോഴും ആ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി പറയും, താങ്ക് യു ഫോർ യുവർ എക്സലൻറ്റ് ഇൻ്റർവെൻഷൻ, ദാറ്റ് വാസ് എ വെരി നൈസ് ആൻഡ് ഇൻഫർമേറ്റീവ് സ്പീച്ച്, താങ്ക് യു സോ മച്ച് എന്ന് പറയും. ഇത് കേട്ടാൽ ഒരു സാധാരണ മനുഷ്യൻ എന്ത് തോന്നും? അത് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. നമ്മൾ അവസാനിപ്പിച്ചത് താങ്ക് യു എന്നായിരിക്കും. അപ്പോഴും അവർ താങ്ക് യു എന്ന് അവരും കൂടെ പറയും, അത്രയല്ലേ ഉള്ളൂ. ഞാൻ തിരിച്ച് മൈക്കിൻ്റെ അടുത്തേക്ക് പാഞ്ഞു തന്നിട്ട് അമ്മായിരി കമൻ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അത് ട്രിഗർ ചെയ്ത സൈക്കോളജി എന്തെന്നറിയാമോ? മനസ്സിലായോ അതെന്താ പറഞ്ഞെന്നുള്ളത്? ഒരു ചെറിയ കുട്ടിയാണ്, ഒരു യുവതിയാണ്, അവരെ പരസ്യമായിട്ട് അവമാനിക്കരുതെന്ന് എനിക്കൊരു ബോധം വേണ്ടേ? ഞാനത് ആരോട് പറയണമെന്നറിയാമോ? ഞാൻ വേദിയിൽ ചെന്നിരുന്നിട്ട് അധ്യക്ഷനായിട്ടുള്ള ആളിനോട് പറയും, ഗസ്റ്റ് സംസാരിച്ച് കഴിഞ്ഞിട്ട് കമൻറ്റ് പാസ്സാക്കണ്ടെന്ന് പമ്പിയറോട് പറയണം. ദാറ്റ് ഈസ് ഫെയർ ഇനഫ്. അധ്യക്ഷനോട് എനിക്ക് പറയാം, അധ്യക്ഷൻ എന്നെക്കാൾ ജൂനിയറായിട്ടുള്ള ഒരാളാണല്ലോ അവിടെ ഇരിക്കുന്നത്, എനിക്ക് പറയാം. പരസ്യ ശാസന അഡ്മിനിസ്റ്റർ ചെയ്ത് എന്തുകൊണ്ടാണെന്നറിയോ? നീ ആരടി എൻ്റെ പ്രസംഗത്തിന് മാർക്കിടാൻ? ദാറ്റ് ഈസ് സൈക്കോളജി. കാരണം ആ കുട്ടി പറഞ്ഞ എന്തെന്നറിയോ? നല്ല ഒരു പ്രസംഗം കാഴ്ചവെച്ചതിന് അങ്ങേക്ക് നന്ദി. ദാറ്റ് ഈസ് ഹെർ ചോയ്സ് ഓഫ് വേർഡ്സ്. ഈ കാഴ്ച വെച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് ട്രിഗറായി. എന്തോന്ന് ഞാൻ കാഴ്ച വെച്ചു? ആരടി എനിക്ക് മാർക്കിടാൻ? ഹൗ ഡു യു റേറ്റ് ദിസ്? ഇത് അത് ഒരിടത്തല്ലല്ലോ. എവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞാലും ഐ ആം എ ബണ്ടിൽ ഓഫ് നെർവ്സ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ അധ്യക്ഷം വഹിക്കുന്ന ഒരു യോഗത്തിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് നടക്കുമോ?